So next is problem number 4. Determine the main dimensions, the number of ventilating ducts and number of turns per phase of a 3-phase 3.7 kW, 400 volts, 4-pole, 50 Hz squirrel cage induction motor, started by a star delta starter. B average equal to 0.5 Weber per meter square. AC equal to 23,000 ampere conductors per meter. Power factor equal to 0.84 and efficiency equal to 0.85. Machines to be sold at a competitive price. അപ്പോൾ കോമ്പറ്റീറ്റീവ് പ്രൈസിൽ വിപണിയിൽ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ പ്രൈസ് കുറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ മത്സരം നേരിടാനൊക്കെ ഉള്ളൂ. അപ്പം കുറഞ്ഞ പ്രൈസിലുള്ള ഒരു മെഷീൻ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ആൻഡ് ഹെൻസ് ചൂസ് ദ മെയിൻ ഡയമെൻഷൻസ് ടു ഗീവ് എ ചീപ്പ് ഡിസൈൻ, ഏറ്റവും ചീപ്പായിട്ടുള്ള. അസ്യൂം വൈൻഡിങ് ഫാക്ടർ ഈക്വൽ ടു 0.955. ഇവിടെ ഡേറ്റ ഒന്നുകൂടെ നോക്കിയിട്ട് തന്നിരിക്കുന്നതൊക്കെ കുറിക്കണം. നമുക്ക് എപ്പോഴും ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യൂ കണ്ടുപിടിച്ചെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ. ഇവിടെ ഔട്ട്പുട്ട് അത് ഈ പവർ എന്ന് പറയുന്നത് ഒന്നുകിൽ മോട്ടർ ആകുമ്പോഴേ HP തരാം, KW തരാം. HP ആണെങ്കിൽ അതിനെ KW കൺവേർട്ട് ചെയ്യാൻ 0.736 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 736 വാട്ട്സാണ്, അല്ലെങ്കിൽ 735.5 വാട്ട്സാണ് HP മെട്രിക്. നമ്മൾ പ്രത്യേകം പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഹോഴ്സ് പവർ ഒന്നും അല്ല എടുക്കുന്നത്, ഹോഴ്സ് പവർ മെട്രിക്കാണ്. അതിൻ്റെ കാര്യത്തിൽ 735.5 അത് അപ്രോക്സിമേറ്റ് ചെയ്യും 0.736. അപ്പോൾ അങ്ങനെ നമുക്ക് KW കിട്ടും. പക്ഷേ ഇവിടെ KW തന്നിരിക്കുന്നത് അപ്പോൾ 3.7 KW. അപ്പോൾ KW ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഡിവൈഡ് ബൈ പവർ ഫാക്ടർ. അപ്പോൾ നമുക്ക് 5.182 ഇൻപുട്ട് KVA, അത് KVA ഇൻപുട്ട്. ഇത് നമുക്ക് Q ഈക്വൽ ടു C0 D² L NS. NS ഇവിടെ എന്താണ്? NS. സോ ഇവിടെ 4-പോൾ മെഷീനാണ്. 4-പോളും 50 ഹെർട്സും ആയാൽ ഇറ്റ്സ് എ 50 ഹെർട്സ് മെഷീൻ. 4-പോൾ എങ്ങനെയാണ് സിഗ്നൽ സ്പീഡ് വരുന്നത്? 2-പോൾ ആകുമ്പോൾ 3000. ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഞാൻ ടാബ്ലേഷൻ എഴുതി തന്നായിരുന്നു. 2-പോൾ ആകുമ്പോൾ 3000 RPM. 4-പോൾ ആകുമ്പോൾ സ്പീഡ് പകുതിയാകും, അപ്പം 1500. 6-പോൾ ആകുമ്പോൾ 1000. 8-പോൾ ആകുമ്പോൾ 750. 10-പോൾ ആകുമ്പോൾ 600. അങ്ങനെ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ 4-പോൾ ആയതുകൊണ്ട് 1500 RPM ആണ് ആ NS. അപ്പോൾ അത് 1500 ഡിവൈഡഡ് ബൈ 60, അല്ലെങ്കിൽ NS സമം 2F/P എന്നുള്ള റിലേഷനുണ്ട്. 2F/P 120F/P 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 120 ഡിവൈഡ് ബൈ 60 സമം 2F. 120Fൻ്റെ സ്ഥാനത്ത് 2F/P. അപ്പോൾ 25 സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് വരും. 25 സൈക്കിൾസ് പെർ സെക്കൻഡ്. അങ്ങനെ വരുമ്പോൾ NS നമുക്ക് 25 എന്ന് കിട്ടി. ഇത് നമുക്ക് C0 കണ്ടുപിടിക്കാം. 11 kW ഇൻറ്റു B ആവറേജ് ഇൻറ്റു AC ഇൻറ്റു AC 10⁻³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ B ആവറേജ് 0.5 എന്ന് തന്നിട്ടുണ്ട്, AC 23,000 എന്ന് തന്നിട്ടുണ്ട്, KW വൈൻഡിങ് ഫാക്ടർ 0.955. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C0 ഈക്വൽ ടു 120.808. അപ്പോൾ D² L നമുക്ക് കണ്ടുപിടിക്കാം. C0 D² L NS ആണല്ലോ Q എന്ന് പറയുന്നത്. സോ D² L സമം Q ഡിവൈഡഡ് ബൈ C0 NS. അപ്പോൾ D² L സമം 0.001716. നേരത്തെ ഒരു ചെറിയ ടാബുലേഷൻ DU L സെപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ക്രൈറ്റീരിയ ഫോർ ചീപ്പ് ഡിസൈൻ L/τ ഈക്വൽ ടു 1.5. നമ്മൾ നേരത്തെ അങ്ങനെ ഒരു ടാബുലേഷൻ തന്നിരുന്നു. L/τ എങ്ങനെയായിരിക്കണമെന്നുള്ളത്. അപ്പോൾ ചീപ്പ് ഡിസൈൻ ഇപ്പോൾ മിനിമം കോസ്റ്റ് 1.5 മുതൽ 2 വരെയാണ്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും ലോവസ്റ്റ് എടുക്കുന്നു, 1.5 എന്നും പറഞ്ഞെടുക്കും.
L by tau equal to 1.5 for cheap design. L by tau എന്ന് പറഞ്ഞാൽ പോൾ പിച്ച്. അപ്പോൾ L by pi d by P, അതിൽ നിന്ന് L, ക്യാപിറ്റൽ L, യു ഹാവ് 1.178D. അത് നമ്മൾ ഡി സ്ക്വയർ എൽ എന്ന് പറയുന്നതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 0.001716. അപ്പോൾ ഡി സ്ക്വയർ ഇൻറ്റു എൽ സമം 1.178 ഡി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we get d cube equal to so and so, and d equal to cube root of that 0.113 meter, or L is equal to 0.178 d എന്ന് പറയുമ്പോൾ 0.134 meter. ദെൻ ചോദ്യം എന്താണ്? പിന്നെ അത് മെയിൻ ഡയമെൻഷൻസ് വേണം. പിന്നെ അതുകൂടാതെ ദ നമ്പർ ഓഫ് വെൻറ്റിലേറ്റിംഗ് ഡക്ട്സ് ആൻഡ് നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസ്, ഇത് മൂന്നും കണ്ടുപിടിക്കണം. വെൻറ്റിലേറ്റിംഗ് ഡക്ട്സ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, വെൻറ്റിലേറ്റിംഗ് ഡക്ട്സ് സ്റ്റേറ്ററിന് നീളം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേറ്ററിന് നീളം കൂടുമ്പോൾ നമ്മൾ വെൻറ്റിലേറ്റിംഗ് ഡക്ട്സ് കൊടുക്കും. എങ്ങനെ? റേഡിയൽ വെൻറ്റിലേറ്റിംഗ് ഡക്ട്സ്. അപ്പോൾ നമ്മൾ ഇത് സ്റ്റേറ്ററിൻ്റെ ഒരടുക്ക്, സ്റ്റേറ്റർ, ഇത് ലാമിനേഷൻസാണ് സ്റ്റേറ്റർ. നമ്മൾ ലാമിനേറ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ച് 10-12 സെൻറ്റിമീറ്റർ വരെ ഒരു അടുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇതൊരടുക്കാണ്. ഈ ലാമിനേഷൻസ്, the stator is made up of laminations. ഇങ്ങനെ ലാമിനേഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ അടുക്കി അതിൻ്റെ തമ്മിൽ ഓരോ ലാമിനേഷനും ഇൻസുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. അപ്പം ഈ തിക്നെസ് ഒരു 10 മുതൽ 12 വരെ നമ്മൾ ഒരു സ്റ്റാക്കിൽ, ഒരടുക്കിൽ 10 to 12.5 സെൻറ്റിമീറ്റർ. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇതിന് നീളം വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പിന്നെ നീളം വേണമെങ്കിൽ ഒരു സ്പേസർ വെക്കും, ഒരു ഗ്യാപ്പ്. ഇതാണ് റേഡിയൽ വെൻറ്റിലേറ്റിംഗ് ഡക്റ്റ്. അടുത്ത സ്റ്റാക്ക് കൊടുക്കും ഇവിടെ, ഇനി നീളം ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മളതിപ്പോൾ ഒരു 20 സെൻറ്റിമീറ്റർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 12 സെൻറ്റിമീറ്റർ കൂടി 15 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതിക്ക് വെച്ച്. സോ ദിസ് ഈസ് ദി വെൻറ്റിലേറ്റിംഗ് ഡക്റ്റ്. ഈ വെൻറ്റിലേറ്റിംഗ് ഡക്റ്റ് സാധാരണയായിട്ട് 8 mm മുതൽ 10 mm വരെയാണ്. 8 mm to 10 mm വിഡ്ത്ത്, 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതെങ്ങനെ ഈ സ്പേസ് കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനകത്ത് സ്പേസർ വെക്കും. ഇത് നമ്മുടെ ഷാഫ്റ്റാണ്. അപ്പോൾ ഇതിന് ചുറ്റും ഒരു സ്പേസർ വെക്കും. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും കൂടെ കൂട്ടി ജോയിൻ ചെയ്യത്തില്ല. അപ്പോൾ ഇതിൽ നീളം ഉണ്ടെങ്കിൽ ഇത് മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ മൊത്തം സ്റ്റേറ്ററിൻ്റെ ലെങ്ത്. അപ്പോൾ അതിൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ വിഡ്ത്ത് പോയി കഴിഞ്ഞ് ബാക്കിയുള്ളൂ 1 സെൻറ്റിമീറ്റർ 0.8 സെൻറ്റിമീറ്റർ. ഇനി കുറേ കൂടെ നീളം ഉണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക? ഒരു വെൻറ്റിലേറ്റിംഗ് ഡക്റ്റ് കൂടെ കൊടുക്കും ഇങ്ങനെ. ഇതിനെയാണ് റേഡിയൽ വെൻറ്റിലേറ്റിംഗ് ഡക്റ്റ് എന്ന് പറയുന്നത്. റേഡിയൽ. അപ്പോൾ ഇങ്ങനെ. അപ്പോൾ നീളം കൂടുന്നതനുസരിച്ച് കൂളിങ്ങിന് വേണ്ടിയാണ്. മെഷീൻ ഇങ്ങനെ കറങ്ങുന്നു, ഷാഫ്റ്റ്. ഇത് സ്പേസർ വെച്ച് ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കും. ഇതാണ് റേഡിയൽ വെൻറ്റിലേറ്റിംഗ് ഡക്റ്റ്. കൂളിങ്ങിന് വേണ്ടിയാണ്. നേരെ മറിച്ച് ഒരൊറ്റ പീസായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് എ സിംഗിൾ പീസ് ഓഫ് സ്റ്റേറ്റർ, സിലിണ്ടറിക്കൽ സ്റ്റേറ്റർ, ദിസ് ഇൻസൈഡ് പാർട്ട് ദി സ്റ്റേറ്റർ കോർ വിൽ നോട്ട് ഗെറ്റ് കൂൾഡ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മളിങ്ങനെ റേഡിയൽ വെൻറ്റിലേറ്റിംഗ് ഡക്റ്റ്. ഇത് കൂടാതെ ആക്സിൽ വെൻറ്റിലേറ്റിംഗ് ഡക്റ്റ് ഉണ്ടാവും. ആക്സിൽ വെൻറ്റിലേറ്റിംഗ് ആക്സിസ്, ഇതാണ് ആക്സിസ്. ആക്സിൽ വെൻറ്റിലേറ്റിംഗ് ഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നെടുനീളത്തിൽ 3-4 എത്രയാണെന്നോ മെഷീൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഹോൾസ്. ഇങ്ങനെ ഹോൾസ് ഇത് നീളത്തിൽ കൊടുക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് ആക്സിയൽ. അപ്പോൾ ആക്സിയൽ വെൻറ്റിലേറ്റിംഗ് ഡക്റ്റ്, ആക്സിയൽ ഡക്ട്സ്, വെൻറ്റിലേറ്റിംഗ് ഡക്ട്സ്. ഇത് റേഡിയൽ വെൻറ്റിലേറ്റിംഗ് ഡക്ട്സാണ്.
അപ്പോൾ റേഡിയൽ വെന്റിലേറ്റിംഗ് ഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. സോ ദാറ്റ് ഈസ് പ്രൊവൈഡഡ് വെൻ ദ സ്റ്റേറ്റർ ലെങ്ത് എക്സീഡ്സ് ventilating ducts of size 8 mm to 10 mm are provided for each stack of 10 cm to 12.5 cm core length. Here core length is 13.4 cm. ഇവിടെ 13.4 സെൻറ്റിമീറ്ററേ ഉള്ളൂ, 0.134 മീറ്റർ. ആൻഡ് ഹെൻസ് റേഡിയൽ വെന്റിലേറ്റിംഗ് ഡക്ട്സ് ആർ നോട്ട് റിക്വയർഡ്. അപ്പോൾ അതവിടെ പ്രത്യേകമായിട്ട് എഴുതണം. നമ്പർ ഓഫ് വെന്റിലേറ്റിംഗ് ഡക്ട്സ് ചോദ്യത്തിലുണ്ട്, എത്ര വെന്റിലേറ്റിംഗ് ഡക്ട്സ് ആണ് കൊടുക്കേണ്ടതെന്ന്. പക്ഷേ ഇവിടെ നമ്മുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 13.4 ഉള്ളൂ. 12.5 നിന്നൊരു അല്പമേ അധികമുള്ളൂ. ഉള്ളി 0.9 സെൻറ്റിമീറ്റർ മോർ ദാൻ ദ റിക്വയർഡ് മിനിമം ഓഫ് 12.5. അപ്പോൾ ആ ലിമിറ്റിൽ നിന്ന് ഒരു വളരെ മാർജിനലായിട്ടുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഡക്റ്റ് കൊടുക്കണമെന്ന് തന്നെ ഇല്ല. ഒരു വെന്റിലേറ്റിംഗ് ഡക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ നേർപകുതിക്കായിട്ട് ഈ വെന്റിലേറ്റിംഗ് ഡക്റ്റ് വരുന്ന 0.134 പകുതി എത്ര നോക്കുക. അവിടെ നമ്മൾ സ്പേസർ വെച്ച് ഡക്റ്റ് കൊടുക്കുക. പക്ഷേ രണ്ടാമത്തെ സ്റ്റാക്ക് കൊടുക്കുക. അപ്പോൾ കൊടുക്കുകയാണെങ്കിൽ ഇഫ് ഇറ്റ് ഓൾ ഇറ്റ് ഈസ് റിക്വയർഡ് only one number is needed. അപ്പോൾ അത് അല്ലെങ്കിൽ സിൻസ് ദ ലെങ്ത് ഈസ് ഓൺലി 13.4 സെൻറ്റിമീറ്റർ നോ വെന്റിലേറ്റിംഗ് ഡക്റ്റ് നീഡ് ബി പ്രൊവൈഡ്. അത് വളരെ വ്യക്തമായിട്ട് എഴുതണം ഉത്തരത്തിൽ, ആൻസറിൽ. അപ്പോൾ ഇങ്ങനെ എഴുതി ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത ഭാഗം എന്താ കണ്ടുപിടിക്കേണ്ടത് ചോദ്യത്തിൽ? ആൻഡ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസ്. അപ്പോൾ ടേൺസ് പെർ ഫേസ് ഇതെന്താ? സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറാണ്. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ടഡ് ബൈ എ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. സ്റ്റാർട്ടഡ് ബൈ എ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? എന്താണ്? വാട്ട് യു മീൻ ബൈ ദാറ്റ്? ദാറ്റ് മെഷീൻ നോർമലി വർക്ക്സ് വിത്ത് എ ഡെൽറ്റ കണക്റ്റഡ് വൈൻഡിങ്. സാധാരണ ഓപ്പറേഷനിൽ മെഷീൻ വർക്ക് ചെയ്യുന്നത് ഡെൽറ്റ കണക്റ്റഡ് വൈൻഡിങ്. പിന്നെ എപ്പോഴാണ് ഇത് സ്റ്റാറിലോട്ട് മാറ്റുന്നത്? ഓൺലി ഫോർ സ്റ്റാർട്ടിങ് പർപ്പസസ്. അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിങ് നമുക്കറിയാം, സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കാനായിട്ട് നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാറിൽ കണക്ട് ചെയ്യും. സ്റ്റാറിലാവുമ്പോഴേ മെഷീൻ സ്റ്റാറിൽ കണക്ട് ചെയ്യുമ്പോഴേ എന്ത് സംഭവിക്കും? മെഷീൻ സ്റ്റാറിൽ കണക്ട് ചെയ്യുമ്പോഴേ ഇവിടുത്തെ ലൈൻ ടു ലൈൻ വോൾട്ടേജ് സെയിം ലൈൻ ടു ലൈൻ വോൾട്ടേജാണ് 410 415 400 വോൾട്ടോ ഒക്കെ. അത് നമ്മൾ ഡെൽറ്റയിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു ഫേസിന് അക്രോസായിട്ട് ആക്ട് ചെയ്യപ്പെടും. ഇവിടെയോ ഒരു ഫേസിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 400 അല്ലെങ്കിൽ 415/√3. ഇൻ സ്റ്റാർ ദ വോൾട്ടേജ് പെർ ഫേസ് വിൽ ബി 415/√3. അപ്പോൾ ഓരോ ഫേസിലും അപ്ലൈ ചെയ്യപ്പെടുന്ന വോൾട്ടേജ് 1/√3 ആയിട്ട് കുറയും. 1/√3 ഓഫ് ദി ഫുൾ ലൈൻ വോൾട്ടേജ്. അങ്ങനെ വോൾട്ടേജ് കുറയുന്നത് കൊണ്ട് ദ കറണ്ട് ഓൾസോ റെഡ്യൂസസ്, ദ സ്റ്റാർട്ടിങ് കറണ്ട് റെഡ്യൂസസ്. അപ്പോൾ ലൈനിൽ കൂടെ ഡ്രോ ചെയ്യുന്ന കറണ്ട് കുറയും. ലൈനിൽ കൂടെ ഡ്രോ ചെയ്യുന്ന കറണ്ട് കുറയുമ്പോഴേ ദാറ്റ്സ് എൻ അഡ്വാൻറ്റേജ്. ലൈനിൽ കൂടെ മോട്ടർ ഒരുപാട് കറണ്ട് ഡ്രോ ചെയ്താൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് വിൽ കോസ് ഡിസ്റ്റർബൻസ് ടു അതർ കൺസ്യൂമേഴ്സ്. ആൻഡ് ഡ്യൂ ടു ദ ലാർജ് ലൈൻ വോൾട്ടേജ് ഡ്രോപ്പ് ദ വോൾട്ടേജ് അറ്റ് ദി ടെർമിനൽസ് ഓഫ് ദ മോട്ടോർ ഇറ്റ് സെൽഫ് റെഡ്യൂസസ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വി അപ്ലൈ എ ലെസ് വോൾട്ടേജ് ബൈ കണക്റ്റിംഗ് ദ വൈൻഡിങ്സ് ഇൻ സ്റ്റാർ ആൻഡ് ദെൻ കൺവേർട്ടിംഗ് ടു ഡെൽറ്റ. അപ്പോൾ നോർമലി ദ മെഷീൻ വർക്ക്സ് വിത്ത് എ ഡെൽറ്റ കണക്റ്റഡ് വൈൻഡിങ്. അപ്പോൾ അത് എത്ര വോൾട്ടാണ് അന്നേരം 400 വോൾട്ട് പോകും. അപ്പോൾ EPH ഇതാണ് വോൾട്ടേജ് ഇക്വേഷൻ. നമ്മൾ കൊടുക്കുമ്പോഴേ ഉണ്ടാകുന്ന വോൾട്ടേജ് EPH. The machine is to be started by a star delta starter. So during normal conditions, it works with a delta connected winding. Therefore EPH അങ്ങനെ ആകുമ്പോഴേ EPH എന്ന് പറഞ്ഞാൽ 400 വോൾട്ട്സാണ് നോർമൽ ഓപ്പറേഷനിൽ. അപ്പോൾ ബി ആവറേജ് നമുക്ക് നോക്കാം. ബി ആവറേജിൽ നിന്ന് നമ്മൾ ഫ്ലക്സ് കണ്ടുപിടിക്കും. ബി ആവറേജ് എന്ന് പറഞ്ഞാൽ 5p/πd അല്ല, ഈസ് 5 എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിനകത്ത് 5 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ബി ആവറേജ് ഇൻറ്റു πdl/p. ബി ആവറേജ് ഇൻറ്റു πdl/p. അപ്പോൾ 5 കണ്ടുപിടിക്കാം. 5 ഈസ് ഈക്വൽ ടു 5.94 ഇൻറ്റു 10⁻³ വെബർ എന്ന് കിട്ടും. അപ്പോൾ ഇനി ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? TPH കിട്ടും. ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും ഇവിടെ അറിയാം. സോ യൂസിങ് ദിസ് ഫോർമുല EPH ഈക്വൽ ടു 4.44 kWf/I TPH we can find out what the number of turns per phase is. ഇതിൽ നിന്ന് ടേൺസ് പെർ ഫേസ് കണ്ടുപിടിക്കാം.
ടേൺസ് പെർ ഫേസ് ഈസ് 318 ടേൺസ്. അപ്പോൾ അതാണ് ചോദിച്ചിരിക്കുന്നത്, ദ നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസ്. ദ നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസ്. അപ്പോൾ ഒരു ഫേസിൽ 318 ടേൺസ് ഉണ്ടാകണം. സോ ദാറ്റ് ഈസ് ദറ്റ് പ്രോബ്ലം.